ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വൈസ് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മുടെ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് പോകുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. സോ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് 1 ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. യൂണിറ്റ് 1 നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ച് കീ ടേംസ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കി ഇതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. സോ ഡിസ്ക്രൈബ് ദി ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നതിലെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഹെൽത്ത് എന്താണ്, ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഡിസിപ്ലിൻസ്, അതിന്റെ ഫാക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, PLA ടെക്നിക്സ് പറയുന്നുണ്ട്. ദെൻ എങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസ് പ്ലാൻ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ആണ് അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു സ്പേസ്, ഒരു കോമൺ സ്പേസ് ആൾക്കാർ ഷെയർ ചെയ്ത് ജീവിക്കുന്നത്, കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഷെയർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ അതിനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ പോളിസി മേക്കേഴ്സ് ആണെങ്കിലും ഹെൽത്ത് മാനേജേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരും എന്താണ് ട്രൈ ചെയ്യുന്നത്? ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇതിനെ കുറിച്ചായിരിക്കും മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, ഹെൽത്തിൽ ഉള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. ഹെൽത്തിന്റെ ഡെഫിനിഷൻ ഓട്ടോമാറ്റിക്കലി WHO എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അല്ലെ WHO എന്ന് പറയുന്നത്. WHOന്റെ ഡെഫിനിഷൻ 1948 WHO ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. WHOന്റെ പ്രിയാമ്പിൾ, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ നമ്മൾ കാണുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഇത് നോക്കി, എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്ന് ഫിസിക്കൽ, പിന്നെ ഒന്ന് മെന്റൽ, പിന്നെ ഒന്ന് സോഷ്യൽ വെൽബീങ്. ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അതായത് ഒരു ഡിസീസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല എന്തെന്ന് പറയുന്നത് ഹെൽത്തിനെസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഫിസിക്കൽ വെൽബീങ് പ്ലസ് നമ്മുടെ മെന്റൽ വെൽബീങ് പ്ലസ് നമ്മുടെ സോഷ്യൽ വെൽബീങ്, ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് ഒരാളെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന വേറൊരു കാര്യം കൂടി പറയുന്നത് ഇതില് വെൽനെസിനെ കുറിച്ചാണ്. വെൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് 8 കമ്പോണൻസ് വെച്ചിട്ട് അതിനെ പറയുന്നുണ്ട്. നോക്കി, ഇമോഷണൽ, ഫിസിക്കൽ, ഒക്കുപേഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഇന്റലക്ച്വൽ, എൻവയോൺമെന്റൽ, ഫിനാൻഷ്യൽ. ഇപ്പൊ നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് നമ്മളിങ്ങനെ യൂസ് ചെയ്യാറുള്ള ഒരു ടേം ആണ് അല്ലെ, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു ടേം ആണ് അല്ലെ. ഇപ്പൊ വെൽനെസ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ തന്നെ എന്താണ്? ഇപ്പൊ നമ്മൾ ഒക്കുപേഷണൽ സ്ഥലം, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അത് നല്ലൊരു അന്തരീക്ഷം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെൽനെസ് ഉണ്ടാവില്ല എന്ന് പറയും അല്ലെ. സോ ഇതിന് നമ്മൾ വെൽനെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം ഫിസിക്കലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഫിസിക്കൽ, പിന്നെ ഒന്ന് മെന്റൽ, പിന്നെ ഒന്ന് സോഷ്യൽ വെൽബീങ്. ഇതിൽ ഫിസിക്കലിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴാണ് ഒരു പേഴ്സണ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ബോഡി ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ബോഡി പാർട്സും കറക്റ്റ് ആയിട്ട് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് പീക്ക് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫിസിക്കലി ഹെൽത്തി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ്? നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇതാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പൊ നമുക്ക് എങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഉണ്ടാവുക, ദെൻ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? നമുക്ക് ഒരു ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അടുത്തത് വരുന്ന മെന്റൽ ഹെൽത്തിലേക്കാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീങ് ആണ് അല്ലെ. അതായത് ഇപ്പൊ നോക്കിയ അതിന്റെ ഡെഫിനിഷൻ, മെന്റൽ ഹെൽത്ത് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീങ് ഇൻ വിച്ച്
എവറി ഇൻഡിവിജ്വൽ റിയലൈസ് ഹിസ് ഓർ ഹെർ ഓൺ പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്യാം ആൻഡ് കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്. നമുക്ക് എപ്പോഴും ഈസി ഗോയിങ് ആണോ ലൈഫ്? ഇല്ല, നമുക്ക് കുറച്ച് സ്ട്രെസ്സസ് ഒക്കെ ഉണ്ട് അല്ലെ ലൈഫിൽ. അപ്പൊ ആ ഒരു നോർമൽ സ്ട്രെസ്, നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ വരുന്ന നോർമൽ സ്ട്രെസ്സുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി ആൻഡ് ഇസ് ഏബിൾ ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ ടു ഹെർ ഓർ ഹിസ് കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മള് എന്താണ്, നമ്മുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതുമായി കോപ്പപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ടുവേർഡ്സ് എ കമ്മ്യൂണിറ്റി എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെന്റലി ഹെൽത്തി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നല്ല ഉറക്കം കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കുള്ളൂ. അന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്ലീപ്പ് അല്ലെങ്കിൽ ഈറ്റിംഗ് വെൽ, നമ്മൾ പട്ടിണി കിടന്നാണ് ജോലി ചെയ്യുന്നതെങ്കിലോ അവിടെയും നമ്മുടെ ഈ പറയുന്ന മെന്റൽ ഹെൽത്തിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. നമുക്ക് തന്നെ ക്ഷീണം ആയിട്ട് ഫീൽ ചെയ്യും, ഫിസിക്കലിയും ഉണ്ട്, ദെൻ മെന്റലിയും നമുക്ക് തന്നെ നമ്മുടെ ഒരു ഫുൾ വർക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ദെൻ ആൽക്കഹോൾ യൂസ് ചെയ്യാതിരിക്കുക, സ്മോക്കിംഗ്, ഡ്രഗ്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആണ്. ഇനി അടുത്തതാണ് സോഷ്യൽ വെൽബീങ് എന്ന് പറയുന്നത്. സോഷ്യൽ വെൽബീങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് ആൻഡ് മെയിൻറ്റെയിൻ മീനിങ്ഫുൾ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ബീങ് ആണെന്ന് പറയാം അല്ലെ. എന്തുകൊണ്ടാ? നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലി ആണോ? അല്ല, നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മളൊരു സോഷ്യൽ വെൽബീങ് ആണ്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് അവരുമായി. ഒരു നല്ല പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്. ഇപ്പൊ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത വർക്ക് പ്ലേസ്, അവിടെ ആരും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് നമ്മുടെ നല്ല പ്രൊഡക്ടിവിറ്റി അവിടെ നമുക്ക് വരുമോ? ഇല്ല. അപ്പൊ അതാണ് സോഷ്യൽ വെൽബീങ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ ആണ് സോഷ്യൽ വെൽബീങ് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അസുഖമൊന്നുമില്ല, ഹെൽത്തി ആണെന്ന് പറയും. അങ്ങനെയല്ല, ഇത് മൂന്നും കൂടുന്നതാണ് ഒരു പേഴ്സന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി ആ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, കൾച്ചറൽ ഉണ്ട്, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ജനറ്റിക്കൽ അല്ലെങ്കിൽ ജീൻസ് വഴി വരുന്ന കുറച്ച്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില അസുഖങ്ങൾ, ഇപ്പൊ ഷുഗർ പോലത്തെ അസുഖങ്ങൾ പാരമ്പര്യ രോഗമായി കിട്ടുന്നതുണ്ട് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് എന്താണ്, ജനറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതെല്ലാം ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ന്യൂട്രീഷൻ, ഇപ്പൊ നമുക്ക് അണ്ടർ ന്യൂട്രീഷനും വരാം, ഓവർ ന്യൂട്രീഷനും വരാം. അണ്ടർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പുവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമായ ന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും വൈറ്റമിൻ ആണെങ്കിലും ഒന്നും കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അണ്ടർ ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഓവർ ന്യൂട്രീഷൻ ആണെങ്കിലോ നമുക്ക് ആവശ്യത്തിലേറെ കിട്ടുന്നു. അപ്പൊ അതെന്ത് പറ്റും, ഒബേസിറ്റി അല്ലെങ്കിൽ ഡയബറ്റിസ് പോലത്തെ അസുഖങ്ങളിലേക്ക് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? പൊല്യൂഷൻ അല്ലെ, നമുക്ക് പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ഫുഡ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ പെടുന്നതാണ്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പൊ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാം. അപ്പൊ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് നോൺ മെഡിക്കൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യത്തിനെയാണ് നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് അഥവാ SDH എന്ന് വിളിക്കുന്നത്. നമ്മൾ എവിടെ ജീവിക്കുന്നു, എവിടെ താമസിക്കുന്നു, എവിടെ ജനിച്ചു, എങ്ങനെ വളരുന്നു, ഇതെല്ലാം എന്താണ്, ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. നമ്മളിപ്പോ ഇന്ത്യയിലാണ്. സോ ഇന്ത്യയിലെ എക്കണോമിക് പോളിസീസ് എങ്ങനെയാണ്, സോഷ്യൽ നോം എങ്ങനെയാണ്, പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം അല്ലെ. പല കൺട്രീസിലും പൊളിറ്റിക്കലി ഭയങ്കര വോറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ എക്കണോമി എന്ന് പറയുന്ന കൊളാപ്സ്ഡ് ആണ്. സോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ തന്നെ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ പല ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒക്കെ സങ്കടം തോന്നും അല്ലെ ചിലപ്പോ. അത് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി അത് ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നില്ലേ?
ശരിക്കും പറഞ്ഞാൽ. കാരണം ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല. ഇതെല്ലാം എന്താണ്, ആ ഒരു എക്കണോമിക്കലി ആ ഒരു രാജ്യത്തിന് സംഭവിച്ച കുഴപ്പങ്ങൾ കൊണ്ട് പറ്റുന്നതാ. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. സോ നോക്കിയേ എന്തൊക്കെയാണ് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹയർ ഇൻകവും സോഷ്യൽ സ്റ്റാറ്റസും. ഇൻകം കൂടുവാണെങ്കിൽ എന്താ, ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ദെൻ ലോവർ എഡ്യൂക്കേഷൻ ലെവൽ ആണെങ്കിലോ പുവർ ഹെൽത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണമായി അത് മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സേഫ് വാട്ടർ, ദെൻ ക്ലീൻ എയർ, ഹെൽത്തി വർക്ക് പ്ലേസ്, സേഫ് ഹൗസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് കുറച്ചുകൂടി ബാക്ക്വേർഡ് ആയിട്ടാണ് നിൽക്കുന്നത് ആസ് കമ്പയർഡ് വിത്ത് ഇതെല്ലാം നല്ല രീതിയിലുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ദെൻ എംപ്ലോയ്മെന്റിലുള്ള പീപ്പിൾ ഹെൽത്തിയർ ആണെന്ന് പറയും. സോ അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ വെൽബീങ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയർ ആണെന്ന് നമുക്ക് പറയാം. ദെൻ സപ്പോർട്ട് ഫ്രം ഫാമിലി, ഫ്രണ്ട്സ് എക്സെട്ര പറയാം. നമ്മുടെ കൾച്ചർ, കസ്റ്റം, ട്രഡീഷൻസ് പറയാം. പിന്നെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ആയുസ്, ചിലവർക്ക് നല്ല ആയുസ്, അത് അവരുടെ ഫാമിലിയായ അവർക്ക് ആയുസായിരിക്കും അല്ലെ. അങ്ങനെ പിന്നെ ഹെൽത്തിനെസ്, ചിലവർക്ക് ഫാമിലി ആയിട്ടേ വലിയ കുഴപ്പമില്ല, ചിലവര് ഫാമിലി ആയിട്ട് മുടി നരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ. ഇതെല്ലാം ആ ഒരു പാരമ്പര്യമായി കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എന്തിലേക്ക് വരുന്നുണ്ട്, ഈ പറയുന്ന സോഷ്യൽ ഡിറ്റർമിനൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നോക്കിയേ ആക്സസ് ആൻഡ് യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്, അത് നമുക്ക് പറയാം അല്ലെ. അതായത് നമുക്ക് ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈസിലി ആക്സസിബിൾ ആണോ, നമുക്കത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതും അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മെൻ ആൻഡ് വുമൺ, ജെൻഡറിന്റെ ഇതിലും എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്രയുമാണ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി ഒരു ടേമും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡിസീസ്. ഡിസീസ് ആണ് എന്താ, നമ്മൾ പറയുവാണെങ്കിൽ അസുഖം അല്ലെ. സോ ഇൽനെസ് അല്ലെങ്കിൽ സിക്നെസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസീസ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൽനെസ് അല്ലെങ്കിൽ സിക്നെസ് വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സം സിംറ്റംസ്, എന്തെങ്കിലും ഒരു സിംറ്റം വെച്ച് വരുന്ന ഒരു ഡിസീസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പനി വരുന്നു അല്ലെ, പനി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ സിംറ്റം കാണിക്കും, സോ ഇറ്റ്സ് ആ സിക്നെസ് അല്ലെങ്കിൽ ഇൽനെസ് എന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാത്തിനും ഒരു നോർമൽ ഫങ്ഷനിങ് ഉണ്ട്. അപ്പൊ ഇത് നോർമലി ഫങ്ഷൻ ചെയ്യാതെ പോകുവാണ്, എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വരുവാണ്, ഇന്ററപ്ഷൻസ് വരുവാണ്, അവിടെ നമ്മൾ അതിനെ ഡിസോർഡർ എന്ന് വിളിക്കും. ആൻഡ് ലാസ്റ്റ് ആണ് സിൻഡ്രോം. സിൻഡ്രോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് എന്ത് ചെയ്യാണ്, ദേ ആർ ഒക്കറിങ് ടുഗദർ, ഒരുമിച്ച് വന്ന് ഒരു സ്പെസിഫിക് ഡിസീസിലേക്ക് നമ്മളെ നയിക്കുവാണെങ്കിൽ അതിനാണ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. അപ്പൊ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ് ടേം, അല്ലെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് വന്ന ഒരു പനി പോലെ ആയിരിക്കില്ല, അത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഒന്നല്ലേ, ഇപ്പൊ പനി എന്ന് പറയുമ്പോൾ ഓക്കെ, പനി, ചൂടുണ്ട്, മേ ബി ഒരു തലവേദന വരാം, അങ്ങനെയല്ല, ഇതിനെ ഒരുപാട് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്ത് പോകുന്നതാണ് ഒരു സിൻഡ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് ഡിസീസ് എന്താന്ന് പറഞ്ഞു, ഡിസോർഡർ എന്താന്ന് പറഞ്ഞു, സിൻഡ്രോം എന്താന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഒരു ടോപ്പിക് കഴിഞ്ഞു. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയും. കേട്ടിട്ടില്ലേ പ്രൈമറി ഹെൽത്ത് കെയർ? നമ്മുടെ അടുത്തൊക്കെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലെ. സോ ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് അൽമാട്ട ഡിക്ലറേഷനിലാണ്, 1978. സോ ഇതിനെ കുറിച്ച് നമ്മൾ കുറെ പഠിക്കുന്നുണ്ട് പിന്നീടുള്ള ക്ലാസ്സസിൽ, പിന്നീടുള്ള യൂണിറ്റ്സിലൊക്കെ വളരെ വിശദമായി പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതൊരു കോൺഫറൻസിന്റെ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പൊ ഒരു കോൺഫറൻസിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. ഹെൽത്ത് ഒരു ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ആയി WHO ഡിഫൈൻ ചെയ്തു. ആൻഡ് അതൊരു ഫണ്ടമെന്റൽ, അതായത് എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഹ്യൂമൻ റൈറ്റ് ആയി മാറി എന്തെന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. ദെൻ ഹെൽത്തിന്റെ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് അച്ചീവ് ചെയ്യണം. അതായത് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ നമ്മൾ കോമൺ ആയിട്ട് വേൾഡ് വൈഡ് അവൈലബിലിറ്റി വേണം. ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ ഗോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ഗോൾ റിക്വയർ ആക്ഷൻ ഓഫ് മെനി അതർ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ സെക്ടേഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലായിടത്തും, അതായത് ഓൾ അറൌണ്ട് ദ വേൾഡ് എന്ത് വേണം, ഈ പറയുന്ന ഹെൽത്ത് മാക്സിമം പോസിബിൾ ഹയസ്റ്റ് ലെവലിലെ ഹെൽത്തിനെ
എന്ത് ചെയ്യണം, അറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം പോരാ, അതിന് ഒരുപാട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി, ആക്ഷൻസ് കൂടി ഇതിലേക്ക് കണക്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ആ ഒരു കോൺഫറൻസിൽ പറഞ്ഞത്. ആൻഡ് അൽമാറ്റ ഡിക്ലറേഷൻ ഓഫ് 1978 പ്രൈമറി ഹെൽത്ത് കെയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഡെഫിനിഷൻ ആണ്, മാക്സിമം അങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കണം. ദ എസെൻഷ്യൽ ഹെയർ കെയർ ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ, scientifically sound and socially acceptable methods and technology made universally available to individuals and families in the community. അപ്പൊ എന്താണ്, നമുക്ക് മാക്സിമം ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ, ഇപ്പൊ ടെക്നോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള, സയന്റിഫിക്കലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ എന്ത് വേണം, യൂണിവേഴ്സലി വേൾഡ് വൈഡ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഫാമിലീസിനും അവൈലബിൾ ആയിരിക്കണം ഇൻ എ കമ്മ്യൂണിറ്റി ആൻഡ് ത്രൂ ദെയർ ഫുൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് അറ്റ് എ കോസ്റ്റ് ദാറ്റ് ദ കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി ക്യാൻ അഫോർഡ്. അപ്പൊ അവരുടെ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണം. ആൻഡ് ഇതിന്റെയൊക്കെ അവൈലബിലിറ്റി എങ്ങനെ കൂടെ ആയിരിക്കണം, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റിലായിരിക്കണം കിട്ടുന്നത്. അറ്റ് എവറി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, എല്ലാ സ്റ്റേജസിലും ഈ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസ് എല്ലാവർക്കും ഈക്വലി അവൈലബിൾ ആയിരിക്കണം അറ്റ് ദ കോസ്റ്റ് വിച്ച് ദേ ആർ ഗിവൺ ടു, അതായത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിൽ അവർക്ക് കിട്ടിയിരിക്കണം. അത് എവറി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് കിട്ടിയിരിക്കണം. ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി വേറെ രണ്ട് കോൺസെപ്റ്റ് ആണ്. ഒന്ന് ഓൾ ഹെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു പേഷ്യന്റ് സെൻട്രിക് അല്ലെങ്കിൽ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിയേ. വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റം, അതായത് നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, നമ്മളുണ്ട്, ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, കുറെ ബയോട്ടിക് ഫാക്ടേഴ്സ്, അബയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാം ഇല്ലേ. ഇതിന്റെ എല്ലാ ഹെൽത്തും ഇന്റർലിങ്ക്ഡ് അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം. അതായത് ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ്, പ്ലാന്റ്സ്, എല്ലാ മാക്രോ എൻവയോൺമെന്റും എങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് ആയിട്ട് അതിനെ ഒരു ഹോൾ കോൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ വൺ ഹെൽത്ത് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ വൺ ഹെൽത്ത് അപ്രോച്ചിൽ എന്താണ്, ഇറ്റ് ഹെൽപ്പ് അസ് ടു പ്രിവെന്റ് then detect and manage these issues more effectively. അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്നതിനെ പ്രിവെന്റ് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട്. ആൻഡ് ഇവിടെ ഒരു കൊളാബറേറ്റീവ് അല്ലെങ്കിൽ കോർഡിനേറ്റീവ് മോഡ് ഓഫ് ആക്ഷൻ ആണ് മെയിൻലി നമ്മൾ എയിം ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് നോക്കിയാൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയും. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഹെൽത്ത് ഫെസിലിറ്റേറ്റ് അവൈലബിൾ ആക്കുക വിത്തൗട്ട് ദ ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. അതായത് എന്താണ്, ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് കെയർ കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വലി ഫിനാൻഷ്യൽ ഇത് നോക്കാതെ ഈക്വലി അവൈലബിൾ ആക്കുക ബെറ്റർ ഹെൽത്ത് കെയർ. ആ ഒരു കോൺസെപ്റ്റ് ആണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയും. ഇത്രയും ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ദെൻ നെക്സ്റ്റത്തെ മെയിൻ ഹെഡിങ്ങിലേക്കാണ് വരുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത്. നോക്കിയേ, അപ്പോ കമ്മ്യൂണിറ്റി ഹെൽത്തിലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് റെഫേഴ്സ് ടു പീപ്പിൾ ഹു ലിവ് ടുഗെദർ, അതായത് ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുക എന്നാണ് ആ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? എ പ്ലേസ് വെർ പീപ്പിൾ ലിവിങ് ഇൻ എ ഗ്രൂപ്പ്, അല്ലെ, ഒരു ഗ്രൂപ്പായി താമസിക്കുക ആൻഡ് ഹാവിങ് എ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ ആയിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പൊ നമ്മൾ വാട്ടർ, എയർ എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്താൽ അല്ലെ താമസിക്കുന്നത്. ഇതിനെയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അതിൽ തന്നെ ചെറിയൊരു ടേം പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹെൽത്ത് ഇക്വിറ്റി എന്താണെന്നുള്ളത്. ഹെൽത്ത് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് അൺഫെയർ ഡിഫറൻസസ് ഇൻ ഹെൽത്ത് എമംഗ് ഡിഫറെന്റ് പോപ്പുലേഷൻ ഗ്രൂപ്പ്. അതായത് ഈക്വലി എല്ലാവർക്കും എന്ത് ചെയ്യുക, ഹെൽത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് ഹെൽത്ത് ഇക്വിറ്റി കൊണ്ടുണ്ട്. അതായത് അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഹെൽത്ത് ഇക്വിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി തിരിച്ചു നേരെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുവാണെങ്കിൽ, കമ്മ്യൂണിറ്റി ഹെൽത്തിലേക്ക് വരുവാണെങ്കിൽ
നോക്കിയേ, ഇറ്റ്സ് എ സയൻസ് ഓഫ് പ്രൊട്ടക്ടിങ് ആൻഡ് ഇംപ്രൂവിംഗ് ഹെൽത്ത് ഓഫ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി ത്രൂ ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്നത് മെയിൻലി എന്താണ്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, പ്രൊലോങ്ങിങ് ലൈഫ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്. ഈ 3 കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ആൻഡ് എങ്ങനെയായിരിക്കും, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ ആയിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത്? അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താന്ന് പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് നോക്കാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് അപ്രോച്ച് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. അല്ലെ, ഞാൻ ആദ്യം പറഞ്ഞത് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ ഒരു അസുഖം അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, പ്രൊലോങ്ങിങ് ഓഫ് ദ ലൈഫ് ഓഫ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. അതായത് ഒരു കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകുക എന്നുള്ളത്. ആൻഡ് തേർഡ് വൺ, ഈസിലി ഡിറ്റക്ഷൻ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും പറയല്ലേ, നേരത്തെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഏർലി ഡിറ്റക്ഷൻ ഓഫ് വാട്ട് ഹെൽത്ത് ഇഷ്യൂസ്. ഇത് 3 എണ്ണമാണ് നമ്മൾ എന്തുമായിട്ട് പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്തിൽ വരുന്ന ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ആണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, എപ്പിഡമോളജി, ഹെൽത്ത് പോളിസി മാനേജ്മെന്റ്, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ്, എൻവയോൺമെന്റൽ ഹെൽത്ത് സയൻസസ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം നമുക്ക് പല യൂണിറ്റ്സിലായിട്ട് പഠിക്കാനുണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എപ്പിഡമോളജി, ഹെൽത്ത് പോളിസി മാനേജ്മെന്റ്, നമുക്ക് പല ഹെൽത്ത് പോളിസീസ് ഉണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഉണ്ട്, എങ്ങനെയാണ് ബിഹേവിയറൽ സയൻസ്, എൻവയോൺമെന്റൽ ഹെൽത്ത് സർവീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം അവിടെ വരുന്നത്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡിസിപ്ലിൻസ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു. ദെൻ എസെൻഷ്യൽ സർവീസസ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്. കമ്മ്യൂണിറ്റി ഹെൽത്തിൽ കവർ ചെയ്യുന്ന എസെൻഷ്യൽ സർവീസ് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ അതിന് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് മോണിറ്ററിംഗ്. ഓരോ എന്താണ്, എപ്പോഴെങ്കിലും അല്ല, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ പറയുന്നത്. ദെൻ ടു ഇൻവെസ്റ്റിഗേറ്റ് വേരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള പല ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിന് ഇൻവെസ്റ്റിഗേറ്റ് ഏതൊക്കെയാണ് പ്രോബ്ലംസ്, ഏതൊക്കെയാണ്. ഇപ്പൊ ഓരോ സീസൺ ആയിട്ട് ഓരോ പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട് അല്ലെ, ഡിസീസസ് വരാൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ദെൻ ടു പ്ലാൻ ആൻഡ് ക്യാരി ഔട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ടു മേക്ക് പീപ്പിൾ അവെയർ അബൌട്ട് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ്, നമുക്ക് പല നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് പല അവയർനെസ് ക്ലാസ്സസ് തരാറുണ്ടല്ലേ, ഇന്ന അസുഖങ്ങൾക്കെതിരെ എന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻ സോൾവിങ് ഹെൽത്ത് പ്രോബ്ലംസ് പറയാം. അതായത് എപ്പോഴും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് എഫേർട്ട് ആണ് എടുക്കേണ്ടത്. അതായത് എല്ലാരും ഒരുമിച്ച്, അതായത് കമ്മ്യൂണിറ്റിനെയും ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, നമ്മൾ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു പ്രോബ്ലത്തിന് ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ട്രൈ ചെയ്യുക. ദെൻ പല പല ഇന്റർവെൻഷൻ പ്ലാൻസ് നമ്മുടെ അടുത്ത ടോപ്പിക് ആണ്. ഇന്റർവെൻഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക. ദെൻ പബ്ലിക് ഹെൽത്ത് ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുക. ദെൻ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഹെൽത്ത് സർവീസസ് പ്രോപ്പർ ആയിട്ട് ആ ഒരു ഡിസൈഡ് സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷനിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഗൈഡൻസ് കൊടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ആ ഒരു കഴിവുകളെ ഡെവലപ്പ് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുക. ദെൻ അക്സസിങ് ദ ക്വാളിറ്റി, അതായത് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് കെയർ സർവീസസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ആൻഡ് ക്യാരി ഔട്ട് ദ ഹെൽത്ത് സിസ്റ്റം റിസർച്ച് ഫോർ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ടു ഹെൽത്ത് പ്രോബ്ലംസ്. സോ എന്താണ് നമ്മൾ ഈ പറയുന്ന ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് പ്രോബ്ലംസിന് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ സർവീസസ് കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞായിരുന്നു എന്താണ്, ഡെവലപ്പിംഗ് ഇന്റർവെൻഷണൽ പ്ലാൻസ് എന്ന് പറയും. സോ അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്തൊക്കെയാണ്, നമുക്ക് പലതരം കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസ് ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ, പ്രൈമറി പ്രിവെൻഷൻ ഇന്റർവെൻഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രിവെന്റ് ചെയ്യാന്ന് പറയും. അതായത് ഒരു കാര്യം വരാതിരിക്കുക എന്ന് പറയും. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇമ്മ്യൂണൈസേഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ പോളിയോ നമ്മൾ കൊടുക്കുന്നത് എന്തിനാ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം.
സെക്കൻഡ് വൺ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. ഇപ്പോ പ്രിവെൻഷൻ ആദ്യം വരാതിരിക്കാൻ നോക്കുന്നു. രണ്ടാമത് എന്താ, ഇനി വന്നാൽ അവിടെ എന്താണ് ഏർലി ഡയഗ്നോസിസ്, അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക, അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് എത്രയും വേഗം അതിന്റെ റെമഡിയൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരും. തേർഡ് വൺ ഇസ് ടെറിഷ്യറി പ്രിവെൻഷൻ ഇന്റർവെൻഷൻസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു അസുഖം വന്നു, അതിനെ ഡയഗ്നോസിസ് ചെയ്തു. സോ ഇനി എന്താണ് ഇതിന്റെ എഫക്റ്റ് മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കാനായിട്ട് നോക്കുക, മിനിമം എഫക്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഡിസബിലിറ്റി അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ, റിഹാബിലിറ്റേഷൻ, എങ്ങനെ അതിനെ എന്ത് ചെയ്യാം, ആ ഒരു ഹെൽത്തിനെ കിട്ടുന്ന രീതിയിൽ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഇതാണ് ടെറിഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നെണ്ണമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷനിൽ പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യണം, ഈ പറയുന്ന മാനേജീരിയൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത് അങ്ങനത്തെ ഇന്റർവെൻഷൻസ് കാര്യങ്ങൾ കൊടുക്കണം. അതേപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പോളിസീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇന്റർവെൻഷൻ. ഇതെല്ലാം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഇന്റർവെൻഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷനിൽ വരുന്നതാണ് ഇൻവോൾവിങ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ളത് എന്ന് പറയും. അതിന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ഫോർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ടു ഗെയിൻ ആൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ കമ്മ്യൂണിറ്റി വിത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. നമുക്കൊരു കാര്യം ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരിൽ ഒരാളാവണം, അല്ലെ? അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ഇൻഡെപ്ത് നോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും എന്താവുന്നു, ആ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ വരുവാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ഫോർ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് ഇത് എന്താ അതിന്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്, നോക്കിയേ, ഒരു ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു, അത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായി അറിയില്ല. സോ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഐഡന്റിഫൈങ് കമ്മ്യൂണിറ്റി പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇപ്പോ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തിനെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസിനെ കാണുന്നത്, അത് വരുന്നുണ്ട്. ദെൻ സെലക്ഷൻ ഓഫ് റെലവന്റ് ഇന്റർവെൻഷൻസ്. എന്ത് ഇന്റർവെൻഷൻ, ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു പ്രോപ്പർ ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ സെലക്ട് ചെയ്യണം. ദെൻ ഫീസിബിലിറ്റി, ആക്സസിബിലിറ്റി, ഈ പറയുന്ന ഹെൽത്ത് പ്രോഗ്രാംസിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ദെൻ പ്ലാനിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്. നമുക്ക് പല ആക്ടിവിറ്റീസ് വേണോ, അല്ലെ? ഇപ്പൊ നമ്മൾ എങ്ങനെ അവയർനെസ് കൊടുക്കണം, നമ്മൾ അവയർനെസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നറിയാനായിട്ട്, ആൻഡ് ഇപ്പൊ ഉള്ള ഹെൽത്ത് ഇന്റർവെൻഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ആൻഡ് ഓൾസോ വാലിഡ് സർവേ ടൂൾസ് ഡിസൈൻ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് PLA, പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആക്ഷൻ ഫോർ ആക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് പല ടെക്നിക്സ് ഉണ്ട്, PLAക്ക് പല ടെക്നിക്സ് ഉണ്ട്. നോക്കിയേ, ആദ്യത്തേതാണ് സിസ്റ്റമാറ്റിക് വർക്ക് എന്ന് പറയുന്നത്. ഇത് പലതും അതിന്റെ നെയിം വെച്ച് തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. സിസ്റ്റമാറ്റിക് വർക്കിൽ നോക്കി, ഇൻ ദിസ് മെത്തേഡ് യു സ്മൂത്ത് ത്രൂ എ കമ്മ്യൂണിറ്റി. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് നടക്കുക. സോ എന്താണ്, ആ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇറിറ്റേറ്റഡ് ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ദെൻ ടൈം ലൈൻ. ഇതെന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക ഇമ്പോർട്ടന്റ് ഇവന്റ്സ്, ഡേറ്റ്സ്, കാര്യങ്ങൾ, എന്നിട്ടൊരു ടൈം ലൈൻ പോലെ ഇതിനെ മാർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ദെൻ 2 സർക്കിൾ എക്സസൈസ്. ഇവിടെ 2 സർക്കിൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയും മേജർ പ്രോബ്ലം, ഒരു കംപ്ലീറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റീനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇവിടെയുള്ള മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. രണ്ടാമതൊരു സർക്കിളില് സ്പെസിഫിക് പ്രോബ്ലംസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ സ്പെസിഫിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും. ആൻഡ് ഇത് വെച്ചിട്ട് ഇവരെ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ കംപ്ലീറ്റ് പ്രോബ്ലം ആയി വരാം, അല്ലെ? സോ ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെൻ ഡയഗ്രാംസ് ഉള്ളത്, വെൻ ഡയഗ്രാംസ് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു പോകുന്ന ഒരു ഡയഗ്രാം മെത്തേഡ് ആണ്. ഇപ്പൊ എന്ത് ഇവിടെ ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് ഡയഗ്രാമിക് ആയിട്ട് ഉള്ളൊരു റെപ്രസെന്റേഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ആക്ടിവിറ്റി പ്രൊഫൈൽ ആണ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും, അവരോട് എന്ത് ചെയ്യും, വാട്ട്, വെൻ, വൈ
എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിനാണ് ചെയ്തത്, എപ്പ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറയും. ഇത് വെച്ചിട്ട് നമുക്ക് ഇവരുടെ ഡെയിലി റൂട്ടീൻ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഇന്റർവെൻഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെയുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു വ്യൂസ് തരാൻ, നമ്മൾ പെട്ടെന്ന് ചെന്ന ഒരാളോട് ചോദിക്കുകയാണ് ഇതിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ, സോ അപ്പൊ അയാൾ ഒരു മറുപടി പറയൂ അല്ലെ, ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്ത് ഭയങ്കര ആലോചിച്ചാണോ പറയുന്നത്? ഇല്ല, നമുക്ക് എന്താണോ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ജെന്യുവൻ ആയിട്ടുള്ള അതപ്പൊ തരുക ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കേസ് സ്റ്റഡീസ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷന് ഒരു കേസ് ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നതാണ് കേസ് സ്റ്റഡി മെത്തേഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സർവേസ് ഉണ്ട്, നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല ആൾക്കാരുടെ യൂസ് വി ക്യാൻ കണ്ടക്ട് സർവേസ്. പിന്നെ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ് ഉണ്ട്. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുവാണ്. സോ ഹൗ ദ പീപ്പിൾ ബിഹേവ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലഡ് വന്നു, ഫ്ലഡ് വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ ആ ഒരു ബിഹേവിയർ ഓഫ് എ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇതെല്ലാം നോട്ട് ചെയ്യാന്നുള്ളതാണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. പിന്നെ ഫീൽഡ് വിസിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാം, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങള്, മറ്റു നമുക്ക് വിസിറ്റ് ചെയ്ത് ഡയറക്ട്ലി കാണാം. ആൻഡ് ലാസ്റ്റ് വൺ ഫോക്ക് സോങ്സ്. നമുക്ക് ഒരു പ്രദേശത്തുള്ള ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പണ്ട് നമ്മളെ പാണൻ പാടിക്കൊണ്ട് നടന്ന പാട്ടുകൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം അല്ലെ, നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ട്രഡീഷണൽ സോങ്സ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ആ അവരുടെ പ്രാക്ടീസസ് എങ്ങനെയാണ്, അവരുടെ വാല്യൂസ് എങ്ങനെയാണ്, ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ PLA ടെക്നിക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് PLA ടെക്നിക്സ് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇന്റർവെൻഷൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? സോ പ്ലാൻ എന്ന് പറയുന്നത് എന്താ? പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ. പ്ലാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് നോക്കി. ആദ്യം നമ്മളൊരു സിറ്റുവേഷനെ അനലൈസ് ചെയ്യണം. ഇപ്പൊ എന്താ നടക്കുന്നത് ആ സിറ്റുവേഷൻ, അപ്പൊ അതിനെ അനലൈസ് ചെയ്യുക. ദെൻ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക. ഇപ്പൊ പല ഇതായിരിക്കും, പല ഏരിയാസിൽ പല പ്രയോറിറ്റീസ് ആയിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വി ഹാവ് ടു സെറ്റ് സം പ്രയോറിറ്റീസ്. ദെൻ ഏതൊക്കെ ഏരിയാസിലാണ് ആക്ഷൻ വേണ്ടത്, കീ ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയും. ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാന്ന് പറയും. എന്ത് ടാസ്ക് പെർഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുക. ദെൻ ഓർഗനൈസേഷണൽ ഇൻപുട്സും നമുക്ക് ആവശ്യമുള്ള ടാസ്കിന് വേണ്ട റിസോഴ്സസും തമ്മിൽ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യും. ഇപ്പൊ എനിക്ക് ചെയ്യാൻ ഇതാണുള്ളത്, ഇതാണോ സൊസൈറ്റിക്ക് വേണ്ടത്, ആ ഒരു മാച്ചിങ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഇംപ്ലിമെന്റേഷനിലേക്ക് വരുവാണ്. സോ നമ്മൾ ആ ഒരു പ്ലാൻ എന്ത് ചെയ്യാണ്, നമുക്കുള്ള ടൈം ഫ്രെയിമിൽ ഉള്ള ലിമിറ്റഡ് ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് മോണിറ്റർ ചെയ്ത് ഫീഡ്ബാക്സ് എടുക്കുക. ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ആവോ ഇല്ലയോ, ആ ഒരു ഫീഡ്ബാക്സ് എടുക്കുക ചെയ്യുന്നത്. ദെൻ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്, ഇപ്പൊ നമ്മള് മോണിറ്റർ ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത് ഇവാലുവേറ്റ് ചെയ്ത് റീപ്ലാൻ ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ പ്ലാൻ. അപ്പൊ പ്ലാൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. എന്താണ്, ആദ്യം ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കി അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ പ്ലാനിലേക്ക് മൂവ് ചെയ്യണം എന്നാണ് ആ ഒരു സ്റ്റെപ്സിൽ നമ്മൾ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിന്റെ ബാക്കി നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. സോ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻ PLA ആണ്. ഞാനത് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. PLA ഉണ്ട്, അതിന്റെ ടെക്നിക്സ് കാര്യങ്ങളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് എസെൻഷ്യൽസ്, ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്തപ്പോഴും എഴുതാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. സോ താങ്ക് യു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ ബാക്കി ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യാം. താങ്ക് യു.